നമസ്കാരം. തമിഴിലും വിജയക്കുതിപ്പ് തുടരാൻ മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരും. ചിത്രം തമിഴിൽ മെയ് 9 തമിഴ്നാട്ടിൽ പ്രദർശനത്തിനെത്തും. റിലീസ് തീയതി അണിയറ പ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. മലയാളത്തിനൊപ്പം തുടരും തെലുങ്കിലും റിലീസ് ചെയ്തിരുന്നു. ഏപ്രിൽ 25 ചിത്രം ആഗോള റിലീസായി എത്തിയത്. ചിത്രം പുറത്തിറങ്ങി 3 ദിവസത്തിനുള്ളിൽ 50 കോടി കളക്ഷൻ പിന്നിട്ടിരുന്നു. 6 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലും കയറി. തെലുങ്കിൽ ചിത്രത്തിന്റെ 2ാം ട്രെയിലർ വിതരണക്കാരായ ദീപ ആർട്സ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. പിന്നാലെ മലയാളത്തിലും സക്സസ് ട്രെയിലർ ഇറങ്ങി. മലയാളത്തിലെയും തെലുങ്കിലെയും വിജയക്കുതിപ്പ് തമിഴിലും തുടരാമെന്ന പ്രതീക്ഷയിലാണ് തുടരും ടീം. മോഹൻലാൽ ശോഭന ടീം വീണ്ടും ഒന്നിച്ച തുടരും സംവിധാനം ചെയ്തിരിക്കുന്നത് തരുൺമൂർത്തിയാണ്. ഓപ്പറേഷൻ ജാവയ്ക്കും സൗദി വെള്ളയ്ക്കും ശേഷം തരുണിന്റെ 3ാമത്തെ ചിത്രമാണ് തുടരും. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. KR സുനിലിന്റേതാണ് കഥ. സുനിലും തരുണും ചേർന്ന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നു. ഷാജി കുമാറാണ് ഛായാഗ്രഹണം. നിഷാദ് യൂസുഫ്, ഷഫീഖ് വിബി എന്നിവരാണ് എഡിറ്റർമാർ. ജേക്സ് ബിജോയുടേതാണ് സംഗീതം. വിഷ്ണു ഗോവിന്ദ് ഓഡിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നു. സ്റ്റണ്ട് സിൽവയാണ് സംഘട്ടനം. മോഹൻലാലിന്റെ 360ാം ചിത്രമാണ് തുടരും. സംവിധായകൻ ഭാരതി രാജ, പ്രകാശ് വർമ്മ, മണിയൻ പിള്ള രാജു, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, തോമസ് മാത്യു, അമൃതവർഷിനി, ഇർഷാദ് അല, ആർഷ ബൈജു, സംഗീത് പ്രതാപ്, ശോഭി തിലകൻ, ജി സുരേഷ് കുമാർ, ശ്രീജിത്ത് രവി, അർജുൻ അശോകൻ, സന്തോഷ് കീഴാറ്റൂർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 2009 പുറത്തിറങ്ങിയ അമൽ നീരദ് ചിത്രം സാഗർ ഇലിയാസ് ജാക്കിയിൽ മോഹൻലാലും ശോഭനയും ഒന്നിച്ചിരുന്നെങ്കിലും ഇരുവരും 21 വർഷങ്ങൾക്ക് ശേഷം ജോഡികളായി എത്തുന്നു എന്ന പ്രത്യേകത ചിത്രത്തിനുണ്ടായിരുന്നു. 2004 പുറത്തിറങ്ങിയ ജോഷി ചിത്രം മാമ്പഴക്കാലത്തിലാണ് ഇരുവരും ഒടുവിൽ ജോഡികളായി അഭിനയിച്ചത്. ശ്രീദേവി, ഐ കേരള, തിരുവനന്തപുരം.